RSPയിൽ ജഗപുക ഉണ്ടെന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ കൊല്ലത്ത്. RSPയിൽ 3 വിഭാഗക്കാരുണ്ട്. അത് ഗ്രൂപ്പല്ല, അവർ 3 പേരും കൂടി ചേർന്നതിൻ്റെ ഭാഗമായിട്ട്. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നാണല്ലോ, അല്ലെങ്കിൽ തേമ്പിപ്പോയി, ഏതെങ്കിലുമൊക്കെ സംഭവിക്കും, തേയ്മാനമൊക്കെ സംഭവിക്കും. ബാബു ദിവാകരൻ്റെ RSP, ഷിബു ബെബൻജാണ് RSP, NK പ്രേമേന്ദ്രൻ, അതെ PACC NK പ്രേമേന്ദ്രൻ, അങ്ങനെ ഒറിജിനൽ RSP. അങ്ങനെ 3 RSP ഉണ്ട് ഇപ്പോൾ. അല്ല, ഒറിജിനലല്ല, ഒറിജിനലെന്ന് അവർ അവകാശപ്പെടുന്നു. ഈ 3 RSPയും കൂടെ ഇപ്പോൾ ഒന്നിച്ചാണ്. സ്വാഭാവികമായിട്ട് ബാബു ദിവാകരനും ഷിബു ബേബി ജോണും NK പ്രേമേന്ദ്രനും ഒക്കെ 3 നേതാക്കളായി നിൽക്കുമ്പോൾ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കുറവ് വരും. ബാക്കിയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും വരും. 5 മണ്ഡലങ്ങളാണ് സാധാരണ RSP മത്സരിക്കുന്നത്. അതിൽ കൊല്ലം മണ്ഡലം ഇപ്രാവശ്യം RSPക്ക് കിട്ടിയാൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ട്. കാർത്തിക് പ്രേമചന്ദ്രൻ, NK പ്രേമേന്ദ്രൻ്റെ മുൻ മന്ത്രിയും ഇപ്പോൾ MP ഒക്കെ ആയിട്ടുള്ള NK പ്രേമേന്ദ്രൻ്റെ മകൻ കാർത്തിക് പ്രേമേന്ദ്രന് ഒരു താല്പര്യം ഇരവിപുരത്തും വന്നിട്ടുണ്ട്, കൊല്ലത്തും വന്നിട്ടുണ്ട്. ഹസ്കർ എന്ന് പറഞ്ഞ് ഈ ഇടയ്ക്ക് UDFിൽ ചേർന്ന, അതായത് RSPയിൽ ചേർന്ന ഒരു ഹസ്കറുണ്ട്, ഇടതുപക്ഷ നിരീക്ഷകനായിരുന്നു. ആ വാല് കളഞ്ഞിട്ട് അദ്ദേഹം വലതുപക്ഷ വക്താവായി മാറി RSPയുടെയൊക്കെ. അദ്ദേഹത്തെ അഡ്വക്കേറ്റാണ് അദ്ദേഹം, ഇരവിപുരം മണ്ഡലക്കാരനാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ മത്സരിപ്പിക്കാം എന്ന് ഒരു ആലോചന ഷിബു ബേബി ജോണിനുണ്ട്. മത്സരിപ്പിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റും താൻ റെഡിയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ആരുണ്ട്? ഹസ്കറും ഉണ്ട്. പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള RSPയുടെ ചെറുപ്പക്കാരായിട്ടുള്ള RYFൻ്റെയും യൂത്ത് നേതാക്കളും പലരും രംഗത്തുണ്ട്. എന്തായാലും PA അസീസ് അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇല്ല, നേരത്തെ മത്സരിച്ചിരുന്നു, MLA ആയിരുന്നു. ഇപ്പോൾ എന്തായാലും അദ്ദേഹം മത്സരിക്കുന്നില്ല. അവിടെ CPMനെ സംബന്ധിച്ച് ഇരവിപുരത്ത് നിൽക്കുന്നത് നൗഷാദാണ്, 2 പ്രാവശ്യം വെട്ടി പിടിച്ചിരിക്കുന്നത്. പക്ഷേ RSPക്കും അവിടെ ഒരു സാധ്യതയുള്ള മണ്ഡലമാണ്. അപ്പോൾ കൊല്ലം RSPക്ക് വേണമെന്ന് പറഞ്ഞൊരു ചർച്ച നടക്കുന്നുണ്ട്. കൊല്ലം കൊടുക്കുകയാണെങ്കിൽ ബിന്ദു കൃഷ്ണയുടെ കാര്യം എന്താവുമെന്നറിയില്ല. അതുപോലെ തന്നെ അവിടെ തോപ്പിൽ രവിയുടെ മകൻ സൂരജ് രവിയുണ്ട്, വലിയ നേതാവൊക്കെയാണ്. അപ്പോൾ സൂരജ് രവിക്കിന് കൊടുക്കുമോ, അതോ ബിന്ദു കൃഷ്ണയ്ക്ക് കൊടുക്കുമോ, അതോ ഇനി പീതാംബരക്കുറുപ്പ്, വയസ്സായി എന്നാലും പീതാംബരക്കുറുപ്പ് വരുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളും കൊല്ലത്ത് നിന്ന് വരുന്നുണ്ട്. എന്തായാലും RSPയിൽ വളരെ കൃത്യമായി ഗ്രൂപ്പ് പോരെന്ന് പറയില്ല, വ്യക്തിപരമായ പോരാരംഭിച്ചിട്ടുണ്ട്. അതിൽ ആര് ജയിക്കും എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയായിരിക്കും RSPക്ക് കൊല്ലം ജില്ലയിലെ ഇരവിപുരത്തെയും കൊല്ലത്തെയും സ്ഥാനാർത്ഥികളായി വരുന്നവരെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുകയുള്ളൂ.